നമസ്കാരം. പൂരാടം നക്ഷത്രം ജനിച്ചവർക്ക് 2015 ആണ്ടിൽ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതും നിലവിലുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവേശിക്കുന്നതും ഈ വർഷം ചെയ്യുന്നത് ആവുന്നതും ഒഴിവാക്കുകയായിരിക്കും നന്നാവുക. അഥവാ ആഗസ്റ്റ് മാസം വരെയെങ്കിലും ക്ഷമിക്കുകയായിരിക്കും നന്നാവുക. വ്യാപാര വിതരണ മേഖലകളിലും വ്യവസായ മേഖലകളിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് അബദ്ധങ്ങളെയും പണനഷ്ടത്തെയും അതിജീവിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളാൽ പലപ്പോഴും മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവപ്പെടും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സാമ്പത്തിക വിഭാഗത്തിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. സ്വപ്നത്തിൽ കാണുവാനിടയായ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. കുടുംബാംഗങ്ങളിൽ നിന്നും വേർപെട്ട് താമസിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് ഒരുപക്ഷെ വേറെ സാഹചര്യങ്ങളെ സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളാൽ പലപ്പോഴും മരുന്നുകൾ ഫലിക്കാത്തൊരവസ്ഥാവിശേഷം വന്നു ചേരും. ഈ സാഹചര്യത്താൽ ഈശ്വര പ്രാർത്ഥനകളാലും പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കുന്നത് വഴിയും ഏറെക്കുറെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. സമത്വഭാവന സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. മാതാപിതാക്കൾക്ക് അസുഖം വർദ്ധിക്കുന്നത് വഴി ഒരുപക്ഷെ ഭൂമി വിറ്റ് അവർക്ക് ചികിത്സിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ തന്നെ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി ഒരുപക്ഷെ കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഏതു പ്രകാരത്തിലും വളരെയധികം ക്ലേശാവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് 2015 ഉണ്ടാവുക. ഈശ്വര പ്രാർത്ഥനകളാലും സമന്വയ സമീപനത്താലും ആത്മനിയന്ത്രണത്താലും ഈ അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും. പൂരാടം നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.